ഒരുപാട് ഭക്തന്മാർ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന പണം, ആ പണത്തിന്റെ മുകളിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. ആ ഒരു ക്ഷേത്രത്തെ ഒരു തവണ ഒരു സുപ്രീം കോടതി വിധി കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് യുവതീ പ്രവേശത്തിന് എതിരായിട്ട്, അതായത് അവിടുത്തെ ആചാരവും അനുഷ്ഠാനവും തുടർന്നു പോകണമെന്ന് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് മാറ്റി അവിടെ സ്ത്രീകൾ കയറണം, യുവതികൾ കയറണം എന്ന നിലയിലേക്കാക്കി അതിനെ ആർത്തവത്തോട് ബന്ധിപ്പിച്ച് പലതരത്തിലുള്ള ദുഷ്പ്രചാരണവും നടത്തി. രാത്രിക്ക് രാത്രി ഇവരുടെ വീടുകളിൽ പോയി ഈ പറയുന്ന ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ള കനകദുർഗ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് സംരക്ഷണത്തോടു കൂടി ശബരിമലയിൽ കയറ്റി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്, എന്നിട്ട് അവര് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ശബരിമലയിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കയറിയിട്ടുണ്ടാവും, അത് അതിന്റെ ആവശ്യം വന്ന സമയത്തായിരിക്കും കയറിയിട്ടുണ്ടാവുക എന്ന ധാർഷ്ട്യത്തിന്റെ മറുപടി പറഞ്ഞ് അവസാനം ജനങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല പണി കിട്ടിയപ്പോഴാണ് ഇവർക്കെന്ന് മനസ്സിലായത് ശബരിമലയെ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന് മനസ്സിലായത്.